ഹലോ. ഇങ്ങനൊരു വീഡിയോ അതെടുക്കണമെന്നും പോസ്റ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ട് കുറെ ദിവസമായി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് എനിക്ക് പറ്റിയത് എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് ഇൻഫെക്ഷൻ അടിച്ചതാണ്. അത് തലയിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അവിടുന്ന് ഫേസിലോട്ട് സ്പ്രെഡായി മൊത്തത്തിൽ കോഞ്ഞാട്ടായിരിക്കുന്നത്. ശരിയാവുന്ന പ്രതീക്ഷിക്കാം. പിന്നെ ഞാൻ ഇത് ലൈവില് പറഞ്ഞു മടുത്തടെ. വരുന്നവരോടും പോകുന്നവരോടും എന്താ പറ്റിയെന്നുള്ളത് ഡെയിലി ഒരു 3-4 പ്രാവശ്യം ഞാൻ പറഞ്ഞു കഴിയുമ്പം പിന്നീടും വരുന്ന ആൾക്കാർ തന്നെ ചോദിക്കുന്നത്. അതിനേക്കാളും ഞാനൊരു വീഡിയോ ഇട്ട് വെക്കുന്നതാണെന്ന് വിചാരിച്ചു. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ അവസ്ഥ വന്ന സമയത്ത് ചില ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, രേണുസുധിനെ കുറിച്ച് വീഡിയോ ചെയ്തതിന്റെ വകയിലാണ് എനിക്ക് ഇങ്ങനെ കിട്ടിയത്, കണക്കായിപ്പോയി എന്നുള്ള രീതിയിൽ. അസുഖമാണ്, മനസ്സിലായോ? അത് ആർക്ക് എപ്പോ ഏത് സമയത്ത് വേണേലും വരാം. അത് ഒരാളെ കുറിച്ച് വീഡിയോ ചെയ്തോണ്ടോ അല്ലെങ്കിൽ വേറൊരാളെ കുറിച്ചിട്ട് വേറെ എന്തെങ്കിലും പറഞ്ഞോണ്ടോ വരുന്നതല്ല. ഒരു സാധനം വരാനുണ്ടെങ്കിൽ ആ സമയത്ത് അത് വരും. അതിനിപ്പോ എത്ര കാലം കഴിഞ്ഞിട്ടാണേലും വരാനുള്ളത് വരും. അതിപ്പോ ആരെയും കുറ്റം പറഞ്ഞുകൊണ്ട് വരുന്നില്ല. അതുകൊണ്ട് ആ കാര്യവും പറഞ്ഞ് വരരുത്. പിന്നെ ഞാൻ തട്ടിപ്പോവാറൊന്നും ആയിട്ടില്ല. ആവാനാകുമ്പോൾ ഞാൻ വിളിച്ചറിയിക്കും. അതും കൂടെ എനിക്ക് പറയണം തോന്നി. പിന്നെ ഇൻഫെക്ഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ട്രീറ്റ്മെന്റിലാണ്. അതായത് തലയിലായിരുന്നു ഇൻഫെക്ഷൻ വന്നത്. അത് ഹോസ്പിറ്റലിൽ പോയി, ഹോസ്പിറ്റലിൽ കാണിച്ച് ഹെയർ റിമൂവ് ചെയ്യേണ്ടി വന്നു. അത് റിമൂവ് ചെയ്തു. ട്രീറ്റ്മെന്റ് ഇരിക്കുന്ന സമയത്താണ് ആ സാധനം ഫേസിൽ കൂടെ സ്പ്രെഡായത്. ചിലപ്പോൾ എന്നെ കാണുന്ന ആൾക്കാർക്ക് അത് പെട്ടെന്ന് കത്തത്തില്ല, പക്ഷെ അത്യാവശ്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പറ്റും. എൻ്റെ ഫേസ് മൊത്തം ഡാമേജ്ഡാണ്. എന്നും ഞാൻ കരുതി നല്ലപോലെ ചിരിക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല. പിന്നെ ചില ആൾക്കാർ വിചാരിക്കും, അവള് വല്ല മേക്കപ്പ് പ്രൊഡക്റ്റും വേറി തേച്ച് ഇൻഫെക്ഷൻ അടിച്ച് ഫേസ് ഒക്കെ പോയതാണ് എന്നുള്ള ധാരണ. അല്ല, ഒന്നും യൂസ് ചെയ്തിട്ട് വന്നതല്ല. ഞാൻ താമസിക്കുന്ന ബാംഗ്ലൂരാണ്. ഇവിടുത്തെ ക്ലൈമറ്റിന്റെ പ്രശ്നം, പിന്നെ ഇവിടുത്തെ വെള്ളം എന്ന് പറയുന്നത് ഹാർഡ് വാട്ടറാണ്. അപ്പൊ ഈ ഹാർഡ് വാട്ടറിൽ തല കഴുകുക എന്ന് പറയുന്നത് ഒരു റിസ്ക് ഫാക്ടർ ആയതുകൊണ്ട് ഈ തല കഴുകുന്നതിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. സത്യമായിട്ട് ഞാൻ പറയാമല്ലോ, ചെറിയ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. കാരണം ഇവിടുത്തെ വെള്ളത്തിൽ കുളിക്കുന്ന അനുസരിച്ച് മുടി ഇങ്ങനെ എന്താ പറയാ, ഊരിപ്പോവെന്ന് അറിയത്തില്ലേ, ആ സിറ്റുവേഷൻ വന്ന സമയത്ത് ഡോക്ടറെ കാണിച്ചിട്ട് തന്നെയാണ് ഈ തല കഴുകുന്നത്, ഈ ഒന്നരാടം എന്ന് നമ്മൾ പറയത്തില്ലേ, ആ രീതിയിലോട്ട് മാറ്റിയത്. സോ അങ്ങനെ ആയ സമയത്ത് പറ്റിപ്പോയതാണ്. അപ്പോൾ ബാംഗ്ലൂരിലുള്ള ആൾക്കാരോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് പണി മേടിച്ച് കൂട്ടരുത്. ഹാർഡ് വാട്ടർ ആണെങ്കിലും എന്ത് തേങ്ങയാണേലും തല ഡെയിലി കഴുകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ എന്നെ പോലെ ഇരുന്ന് കരയേണ്ടി വരും. എൻ്റെ ഒരു ഇത്രയും ലോങ് ആയിട്ടുള്ള ഒരു ഹെയർ ആണ് ഒറ്റ ദിവസം കൊണ്ട് ആർക്കോ വേണ്ടി എന്ന പോലെ പോയത്. കാരണം പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വളർത്തിയെടുക്കാൻ ഭയങ്കര പാടാ. സോ അത് സൂക്ഷിക്കുക. പിന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ എന്തൊക്കെയോ പറയാത്ത വന്നു, എല്ലാം വിട്ടുപോയി. ഞാൻ വരും, ഇതൊക്കെ മാറും. മാറ്റാൻ ഉള്ള ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട്, മാറും തന്നെയാണ് പ്രതീക്ഷ. അപ്പൊ ശരി എന്നാ. ഇനിയിപ്പം മറ്റവരെ കുറ്റം പറഞ്ഞോണ്ടാണ് ഇവരെ കുറ്റം പറയണമെന്നാണെന്ന് പറഞ്ഞോണ്ട് വരരുത്. പോയി പണി നോക്കാൻ പറയുന്നത്. പറ്റുവാണെങ്കിൽ എനിക്കൊരു ബ്ലോഗിങ് ചാനലൊക്കെ തുടങ്ങണം എന്നൊക്കെ ഞാൻ വിചാരിച്ച് തുടങ്ങിയൊക്കെ വെച്ചാലോ. പക്ഷെ എനിക്ക് വ്ളോഗ് എടുക്കാൻ അറിയത്തില്ലടേ. ഞാൻ വല്ലപ്പോഴും ഇതിൻ്റെ അകത്ത് വല്ല 1-2 വീഡിയോ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ശരി എന്നാ.